ദൈവം ചെയ്തതിനെ ഒരാൾക്ക് തിരുത്തുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് അവൻ്റെ കൈയെ മടക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ ബലത്തെ ദുർബലമാക്കുവാൻ കഴിയത്തില്ല. ആ ദൈവഹിതത്തെ മറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നോക്കുക, അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാന ബഹുത്വത്തിൽ എഴുതിയ വാക്കുകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് സർവ്വ ലൗകിക നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നും ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ ചിലപ്പോൾ വേദനകൾ വരും, ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, കഷ്ടതകൾ വരും. പക്ഷേ ദൈവത്തിന് അതിനകത്ത് ദൈവത്തിൻ്റെതായ ഒരു ഹിതമുണ്ട് എന്ന് നാം തിരിച്ചറിയുവാനിടയാണ്. ദൈവം സഞ്ചരിച്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിതത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സഞ്ചരിച്ചിരുന്ന പടകിൽ കാറ്റും കോളും ആഞ്ഞടിക്കാനിടയായി. തമ്പുരാൻ ഉണ്ടായിരുന്ന പടകിൽ കാറ്റും കോളും ആഞ്ഞടിപ്പാനുണ്ടായി. അവിടെ ആ കാറ്റും കോളും ആ പടകിനെ തകർത്ത് കളയാനിടയായില്ല. മറിച്ച് അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ മറുപടി ഉടനെ നമ്മൾ കണ്ടില്ലെന്ന് വരും. നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭാരങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മറുപടി കണ്ടില്ലെന്ന് വരും. എന്നാൽ ദൈവത്തിന് അതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് അതിനകത്ത് ഒരു ഇഷ്ടമുണ്ട്. ദൈവം വളച്ചതിനെ നേരെയാക്കുവാൻ കഴിയത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്താൽ ആർക്കും എതിര് ചെയ്യുവാൻ കഴിയത്തില്ല. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും, മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടാലും ദൈവം ചെയ്തതാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിലനിൽക്കും. ദൈവം നമ്മളെ ഉയർത്തിയതാണെങ്കിൽ അത് നിലനിൽക്കും. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും പലതും നാം ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പരാജയപ്പെട്ടു പോകുന്നത്, അത് വിഷമത്തിലേക്ക് മാറും. എന്നാൽ ദൈവം തുറന്നാൽ മനുഷ്യർക്ക് അടയ്ക്കുവാൻ കഴിയത്തില്ല. മനുഷ്യർ തുറന്നു നൽകുന്ന വാതിലുകളാണെങ്കിൽ മനുഷ്യർക്ക് അടയ്ക്കുവാൻ കഴിയും, മനുഷ്യർക്ക് അതിനെ നിർത്തുവാൻ കഴിയും, മനുഷ്യർക്ക് അതിനകത്ത് പ്രവർത്തിപ്പാൻ കഴിയും. എന്നാൽ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഹിതങ്ങൾ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്. ചിലപ്പോൾ വേദനയിൽ കൂടെ കടന്നു പോകണം. പൗലോസ് പറയുന്നത് കഷ്ടതയ്ക്കായി നമ്മെ നിയമിച്ചിരിക്കുന്നു. കഷ്ടതയിൽ കൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബ് ആ കഷ്ടതയിൽ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ മറുപടിയെ കണ്ട് അവൻ ദൈവത്തെ ഉയർത്തുവാനിടയായി. അതുകൊണ്ട് നാം കടന്നു പോകുന്ന സാഹചര്യം ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം തന്നെ 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്: തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കും. ദൈവം ഭംഗിയായി അതതിന്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനായി കാത്തിരുന്ന്, ദൈവമേ നിന്റെ ഹിതത്തിനായി ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന്റെ കീഴിൽ താണിരിപ്പാൻ, ആ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താണിരിപ്പാൻ നാം തയ്യാറായാൽ പെറുപെറുക്കാതെ ദൈവത്തെ ഉയർത്തുവാനിടയാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 14-ാം അധ്യായം 27-ാമത്തെ വാക്യം: സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവർ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? ദൈവം ചെയ്തതിനെ ഒരാൾക്ക് തിരുത്തുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് അവൻ്റെ കൈയെ മടക്കുവാൻ കഴിയത്തില്ല, അവൻ്റെ ബലത്തെ ദുർബലമാക്കുവാൻ കഴിയത്തില്ല, ആ ദൈവഹിതത്തെ മറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും, എല്ലാ സന്തോഷകരമായ, എല്ലാ നന്മയുടെ അനുഭവങ്ങളും, എല്ലാ ദുഃഖത്തിന്റെ സമയവും, കഷ്ടതയുടെ സമയവും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നു, എന്നെ ദൈവം പണിഞ്ഞെടുക്കുന്നു, എന്നെ ദൈവം ഒരുക്കിയെടുക്കുന്നു എന്ന് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ
ഇടയാകട്ടെ. അത് മുഖാന്തരം ദൈവത്തെ ഉയർത്തുവാൻ ഇടയാകട്ടെ. അവൻ വളച്ചതിനെ നേരെയാക്കുന്നത് ആമേൻ. ആ ദൈവം വളയ്ക്കുന്നതിനെ നേരെയാക്കാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നതിനെ, എൻ്റെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ദൈവം ചെയ്താൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി ആ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഉയർത്തുന്നവരായി നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.